മോർണിംഗ് ഷോയിൽ ഇനി ഇന്നത്തെ മുഖത്തെ പരിചയപ്പെടുത്താനുള്ള സമയമാണ്. ഡോക്യുമെന്ററി സംവിധായകനും സംഗീതജ്ഞനും ദളിത് ആക്ടിവിസ്റ്റുമൊക്കെയായ അജിത് കുമാറാണ് ഇന്ന് മോർണിംഗ് ഷോയിൽ അതിഥിയെത്തിയിരിക്കുന്നത്. അജിത് കുമാർ, മോർണിംഗ് ഷോയിലേക്ക് സ്വാഗതം. താങ്കളുടെ ഒരു ഡോക്യുമെന്ററി 3D സ്റ്റീരിയോ കാസ്റ്റ് എന്ന ഡോക്യുമെന്ററി ഈ അടുത്ത് തിരുവനന്തപുരത്ത് പ്രദർശിപ്പിച്ചിരുന്നു. മറ്റു പ്രധാന നഗരങ്ങളിലെല്ലാം പ്രദർശിപ്പിച്ചിട്ടുണ്ട്. പല യൂണിവേഴ്സിറ്റികളിലും, ഇഫ്ലുവിലും, ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസസിലും എല്ലാം ഈ ഡോക്യുമെന്ററി പ്രദർശിപ്പിച്ചു കഴിഞ്ഞു. 2012 തോന്നുന്നു ഈ ഡോക്യുമെന്ററി താങ്കൾ തയ്യാറാക്കിയത്. ജാതി രാഷ്ട്രീയത്തെക്കുറിച്ചെല്ലാം ചർച്ച ചെയ്യുന്ന, അത് പ്രമേയമാക്കിയുള്ള ഒരു ഡോക്യുമെന്ററിയാണിത്. എങ്ങനെയാണ് ആളുകളുടെ ഭാഗത്തു നിന്നുള്ള ഒരു പ്രതികരണം? ഡോക്യുമെന്ററി ലക്ഷ്യം വെച്ചിരുന്ന ഒരു കാര്യം സംഗീത രംഗത്തെ ജാതിയെ കുറിച്ച് ചർച്ച ചെയ്യുക എന്നുള്ളതാണ്. ഇതുവരെ സാധാരണ ദളിത് രാഷ്ട്രീയം പോലും കൂടുതലും രാഷ്ട്രീയ അധികാരം അതുപോലുള്ള കാര്യങ്ങളാണ് പ്രധാനമായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ആ മേഖലയിലും സംഗീത രംഗത്തും പിന്നെ സാംസ്കാരിക രംഗത്തുമുള്ള ജാതിയെക്കുറിച്ചുള്ള ഒരു ചർച്ച തുടങ്ങി വെക്കുക എന്നുള്ളതാണ് ഉദ്ദേശിച്ചിരുന്നത്. അതിപ്പം ഏറെക്കുറെ സാധിച്ചിട്ടുണ്ട്. അപ്പം പല യൂണിവേഴ്സിറ്റികളിലും ഈ ഡോക്യുമെന്ററി കാണിച്ചതിന്റെ ഭാഗമായിട്ട് സംഗീത രംഗത്തും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. സംഗീതത്തിന്റെ ഉള്ളിൽ തന്നെ, അതിന്റെ ഘടനയ്ക്കുള്ളിൽ തന്നെ ഇത്തരം ജാതീയമായിട്ടുള്ള കാര്യങ്ങൾ നിലനിൽക്കുന്നുണ്ടെന്നുള്ളത് ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. അത്തരത്തിലുള്ള ചർച്ചകൾ ധാരാളം ഉണ്ടായിട്ടുണ്ട് പല യൂണിവേഴ്സിറ്റികളും. താങ്കളൊരു സംഗീതജ്ഞനാണ്, ഒപ്പം ദളിത് ആക്ടിവിസ്റ്റും കൂടിയാണ്. അപ്പോൾ സ്വന്തം അനുഭവങ്ങളാണോ ഡോക്യുമെന്ററിയായി നമുക്ക് കാണാൻ കഴിയുക? അനുഭവങ്ങളും ഉണ്ട്. പിന്നെ എന്റെ സുഹൃത്തുക്കളും സംഗീത രംഗത്തുള്ള പലരുമായിട്ടുള്ള ഇടപെടലിന്റെ ഭാഗമായിട്ട് മനസ്സിലാക്കിയ കാര്യങ്ങളും കൂടിയാണ് ഈ ഡോക്യുമെന്ററിയിലുള്ളത്. അപ്പോൾ ഞാൻ സംഗീത കോളേജിൽ പഠിച്ചിരുന്നു. അപ്പോൾ അവിടെ ഉള്ള പല പ്രശ്നങ്ങളും, ജാതീയമായിട്ടുള്ള പല പ്രശ്നങ്ങളും അനുഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അതും എൻ്റെ അനുഭവങ്ങളിൽ നിന്നുകൊണ്ട് ഞാൻ മറ്റുള്ള സംഗീതജ്ഞർക്കും ഇതേപോലുള്ള അനുഭവങ്ങളുണ്ടെന്നുള്ളത് മനസ്സിലാക്കിയതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരം ഒരു ഡോക്യുമെന്ററി തന്നെ ചെയ്യാൻ തയ്യാറായത്. സമാനമായൊരു പ്രമേയം ആണെന്ന് തോന്നുന്നു ഈ ഡോക്യുമെന്ററിയിലുള്ളത്. ഒരു കുട്ടി കലാമണ്ഡലത്തിൽ പഠിക്കാൻ പോകുന്നതും അവിടെ നിന്നുണ്ടാകുന്ന വളരെ മോശമായിട്ടുള്ള അനുഭവങ്ങളും ഒക്കെയാണ് ഈ ഡോക്യുമെന്ററിയിൽ പരാമർശിച്ചിട്ടുള്ളതെന്ന് തോന്നുന്നു. അതേക്കുറിച്ചൊന്ന് പറയാമോ, പ്രമേയം സംബന്ധിച്ചൊന്ന്? ഇതില് 3 വിഷയങ്ങൾ കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഒന്നാമത്തത് ഈ കലാമണ്ഡലവുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ. അതിൽ നിതീഷ് എന്ന വിദ്യാർത്ഥി കലാമണ്ഡലത്തിൽ നിന്നും ഈ ജാതീയമായിട്ടുള്ള അധിക്ഷേപം കാരണം അവിടുന്ന് ഓടിപ്പോകേണ്ടി വന്ന, പഠനം പകുതി വെച്ച് മതിയാക്കിയിട്ട് പോകേണ്ടി വന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പൊ അതിനെക്കുറിച്ചും, രണ്ടാമത് അതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ചെണ്ടയുടെ മേഖലയിൽ നിലനിൽക്കുന്ന ജാതി. അപ്പൊ അതിൽ ഈ പല തരംതിരിവുകളുണ്ട്. പഞ്ചാരി മേളം, ശിങ്കാരി മേളം, അങ്ങനെയുള്ള രീതിയിലുള്ള തരംതിരിവുകളുണ്ട്. അപ്പൊ ചെണ്ട മേഖലയിലുള്ള ജാതിയുടെ പ്രശ്നം, പിന്നെ സിനിമാറ്റിക് ഡാൻസ് സർക്കാർ നിരോധിച്ചതിന്റെ അതിന്റെ ഒരു രാഷ്ട്രീയം, പിന്നെ മൂന്നാമത് ഈ ഇപ്പോഴും നടക്കുന്ന പുതിയ നാടൻപാട്ട് സംഘങ്ങളുടെ ഒരു സാമൂഹികമായിട്ടുള്ള പ്രസക്തി, അതിൽ പ്രസീതയെ പോലുള്ള ഗായകര് മലയാള ഈ നാടൻപാട്ട് രംഗത്തുണ്ടാക്കിയിട്ടുള്ള മാറ്റങ്ങൾ, ഇത്തരം കാര്യങ്ങളാണ് അതിൽ പ്രധാനമായിട്ട് ആ ഡോക്യുമെന്ററിയിൽ ചർച്ച ചെയ്യുന്നത്. ഈ ദളിത് കലകളെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരിക, എന്താണ് മുഖ്യധാര എന്നത് നിർവചിക്കപ്പെടേണ്ടത് എങ്ങനെയാണ്? അത്തരം കാര്യങ്ങളാണെന്ന് തോന്നുന്നു ഈ ഡോക്യുമെന്ററി ഡിസ്കസ് ചെയ്യുന്നത്. നേരത്തെ താങ്കൾ തന്നെ സൂചിപ്പിച്ച പോലെ ഈ ചെണ്ടയുടെ കാര്യത്തിൽ, ചെണ്ട ഒരു കലാരൂപം എന്ന നിലയ്ക്ക് പലപ്പോഴും സ്കൂളുകളിലും സ്റ്റേറ്റ് യൂത്ത് ഫെസ്റ്റിവലുകളിലും ഒക്കെ പരിഗണിക്കപ്പെടുന്നുണ്ടെങ്കിലും ഈ ജാതി വ്യവസ്ഥ അതിൽ വളരെ നമുക്ക് എപ്പോഴും എല്ലായിടത്തും കാണാം. ഈ അമ്പലങ്ങളുടെ കാര്യം എടുത്താൽ, അമ്പലങ്ങളിൽ ചില ക്ഷേത്രങ്ങളിൽ മുതിർന്ന അല്ലെങ്കിൽ മുന്തിയ ജാതിയിൽപ്പെട്ട ആളുകൾക്ക് മാത്രമേ പ്രവേശനം അനുവദിക്കാറുള്ളൂ. ഈ കലാരൂപം എന്ന നിലയ്ക്ക് കൂടി അതിനൊരു വിവേചനം അനുഭവപ്പെടുന്നുണ്ട് എന്നുള്ളത്. താങ്കൾക്ക് എന്ത് തോന്നുന്നു അക്കാര്യത്തെക്കുറിച്ച്? ചെണ്ടയുടെ മേഖലയിൽ ഈ തരംതിരിവ് തന്നെ ഇപ്പം പഞ്ചാരി മേളം, ശിങ്കാരി മേളം എന്നുണ്ട്. അപ്പൊ അതില് പഞ്ചാരി മേളം മാത്രമാണ്
ക്ഷേത്ര പരിസരത്തിനകത്ത് വായിക്കാൻ പറ്റുന്നത്. അപ്പൊ ഈ ശിങ്കാരി മേളം പോലുള്ള മേളങ്ങള് അത് ഒരു താഴ്ന്ന ഒരു കലാരൂപമായിട്ടാണ് കാണുന്നത്. അപ്പോൾ അത് മിക്ക പൊതുവായിട്ടുള്ള സ്ഥലങ്ങളിൽ സാധാരണ ഈ ഉത്സവത്തിന്റെ ഈ ഘോഷയാത്രകളിലും മറ്റുമൊക്കെയാണ് ഈ ശിങ്കാരിമേളം വായിക്കുന്നത്. അപ്പൊ അത് ഈ ക്ഷേത്ര മതിലിനകത്ത് പ്രവേശിപ്പിക്കാത്തത് കൊണ്ട് തന്നെ മിക്കവാറും പുറത്താണ് അതിന്റെ സ്ഥാനം. അപ്പോൾ അതുപോലെ തന്നെയാണ് ഈ സ്കൂൾ യുവജനോത്സവങ്ങളിൽ ഒരു അലിഖിത നിയമം പോലെയാണ് മിക്കവാറും പഞ്ചാരിമേളം വായിക്കുന്നവർക്ക് മാത്രമാണ് അത് ശരിക്കും മാർക്ക് കിട്ടുക. ഈ ശിങ്കാരിമേളം അവിടെ സാധാരണ മത്സരത്തിന് വരാറ് പോലുമില്ല. അപ്പൊ ആ രീതിയിൽ അപ്പോൾ നമ്മുടെ ഈ യുവജനോത്സവങ്ങൾ മിക്കവാറും ഒരു പ്രധാനമായിട്ട് ഈ സവർണമായിട്ടുള്ള രീതിയിലുള്ള ഒരു സാംസ്കാരിക പരിസരമാണ് ഇത്തരം യുവജനോത്സവങ്ങൾക്ക് തന്നെ ഉള്ളത്. അപ്പൊ അതിലും ഈ ശിങ്കാരിമേളം പോലുള്ള ചെണ്ടമേളങ്ങൾക്ക് ശരിക്കും പ്രവേശനമില്ല. അപ്പോൾ ഈ രീതിയിൽ പല രീതിയിലാണ് ഈ ജാതി നിലനിൽക്കുന്നത്. തിരുവനന്തപുരത്ത് ചെങ്കൽച്ചൂളയിലായിരുന്നല്ലോ ഇതിന്റെ കുറച്ച് ഭാഗമൊക്കെ ചിത്രീകരിച്ചത്. എന്തുകൊണ്ടാണ് ചെങ്കൽച്ചൂള തെരഞ്ഞെടുത്തത്? ചെങ്കൽച്ചൂള സാധാരണ എല്ലാവരും വളരെ മോശപ്പെട്ടൊരു സ്ഥലമായിട്ട് ഈ ഒരു മുഖ്യധാര വ്യവഹാരത്തില് സാധാരണ പത്രങ്ങളിലും ഒക്കെ തന്നെ അല്ലെങ്കിൽ സിനിമകളിലൊക്കെ നമ്മൾ കാണുന്നത് ചെങ്കൽച്ചൂള പോലുള്ള കോളനികള് ഈ മയക്കുമരുന്നിന്റെ സ്ഥലമായിട്ടോ അല്ലെങ്കിൽ ഗുണ്ടകളുടെ സ്ഥലമായിട്ടോ അങ്ങനെ വളരെ മോശപ്പെട്ട സ്ഥലമായിട്ടാണ് കാണുന്നത്. പക്ഷെ ചെങ്കൽച്ചൂള പോലുള്ള സ്ഥലം എന്ന് പറയുന്നത് ഒരു കലയുടെ ഒരു മേഖലയും കൂടെയാണ്. അപ്പൊ അവിടെ ചെണ്ടമേളം തന്നെയുണ്ട്. അവിടെ ഈ ചെങ്കൽച്ചൂളയിൽ തന്നെയാണ് സതീഷ് കുമാർ എന്ന ചെണ്ട വാദകനുണ്ട്. അതുപോലെ അദ്ദേഹത്തിന്റെ കീഴിൽ ധാരാളം ചെണ്ട അഭ്യസിച്ചിട്ടുള്ള കുറെ ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ ഈ സിനിമാറ്റിക് ഡാൻസ് ചെയ്യുന്നവര് പല രീതിയിൽ കലാപരമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവരാണ് അവിടെ ഉള്ളത്. അപ്പം സാധാരണ നമ്മൾ കാണുന്നത് ഈ തഞ്ചാവൂർ പോലുള്ള സ്ഥലങ്ങള് തമിഴ്നാട്ടില് അതൊക്കെയാണ് സംഗീതത്തിന്റെ ഒരു സ്ഥലമായിട്ട് കാണുന്നത്. അപ്പോ പക്ഷെ ചെങ്കൽച്ചൂള പോലുള്ള സ്ഥലം അത് ഒരു ദളിതർ കൂടുതൽ താമസിക്കുന്ന സ്ഥലം, അതൊരു കീഴാള സ്ഥലമായതുകൊണ്ട് അത്തരം സ്ഥലങ്ങളെ മോശമായിട്ട് കാണുന്നുണ്ട്. അപ്പൊ അതൊരു കലയുടെ ഒരു സ്ഥലമാണ്. അപ്പം ഈ കലാവ്യവഹാരത്തിനെതിരായിട്ട് ഒരു സ്ഥലം എന്നുള്ള രീതിയിൽ ഈ സവർണമായിട്ടുള്ള ഒരു കലാവ്യവഹാരത്തിനെതിരായിട്ടുള്ള ഒരു സ്ഥലം എന്ന രീതിയിലാണ് ഞാൻ ചെങ്കൽച്ചൂള തെരഞ്ഞെടുക്കുന്നത്. ഡോക്യുമെന്ററി മാറ്റി നിർത്തി സംസാരിക്കുകയാണെങ്കിൽ താങ്കൾ ഒരു സംഗീതജ്ഞൻ കൂടിയാണ്. താങ്കൾ ലീന മണിമേഖലയുടെയും കെ ആർ മനോജിന്റെ പെസ്ട്രിംഗ് ജേർണി തുടങ്ങിയിട്ടുള്ള ഡോക്യുമെന്ററികൾക്ക് പശ്ചാത്തല സംഗീതവും ഒരുക്കിയിട്ടുണ്ട്. ആ അനുഭവങ്ങൾ എങ്ങനെയായിരുന്നു? സാധാരണ ഇപ്പൊ പശ്ചാത്തല സംഗീതം അതിന് ചില സ്റ്റീരിയോ ടൈപ്പുകളുണ്ട്. സാധാരണ നമ്മൾ സ്ഥിരം കാണുന്ന പശ്ചാത്തല സംഗീത സിനിമയിലായാലും സ്ഥിരം അതിന് ചില ശീലങ്ങളുണ്ട്. അപ്പൊ അത്തരം കാര്യങ്ങളെ എത്രത്തോളം മാറ്റാൻ പറ്റും എന്നുള്ളതാണ് ഞാൻ പലപ്പോഴും ശ്രമിച്ചിട്ടുള്ളത്. അപ്പോൾ എനിക്ക് അതിനൊരു നല്ലൊരു അവസരം കിട്ടിയ ഒന്നായിരുന്നു ഇപ്പൊ ലീനാമണി മേഖലയുടെ സിനിമ വൈറ്റ് വാൻ സ്റ്റോറീസ്. അത് ശ്രീലങ്കയിലെ കാണാതായ ആൾക്കാരെ കുറിച്ചുള്ളൊരു ഡോക്യുമെന്ററിയാണ്. അപ്പൊ അതിനും അതുപോലെ പെസ്ട്രിംഗ് ജേർണി മനോജിന്റെ ഒരു എൻഡോസൾഫാൻ വിക്ടിംസിനെ കുറിച്ചുള്ള. അപ്പൊ ഇത് രണ്ടും അതിന്റെ ഒരു രാഷ്ട്രീയമായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ട് തന്നെ അതില് എനിക്ക് കുറച്ച് ഒരു ക്രിയേറ്റീവായിട്ട് ഇടപെടാൻ പറ്റുന്ന ഒരു സാഹചര്യം, അതും അത്തരത്തിലുള്ളൊരു സ്വാതന്ത്ര്യം എനിക്ക് തന്നിരുന്നു. അപ്പോൾ കുറച്ച് ഈ സിനിമയെ കുറച്ചുകൂടി അതിന്റെ ആശയങ്ങളെ കുറച്ചുകൂടി ശക്തമാക്കുന്നതിന് വേണ്ടി ഒരു പുതിയ രീതിയിലുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമങ്ങളാണ് അതിൽ നടത്തിയത്. അപ്പം അത്തരം ശ്രമങ്ങൾ അവരുടെ ഭാഗത്തുനിന്നും സംവിധായകരുടെ ഭാഗത്തുനിന്നും നല്ല അനുകൂലമായിട്ടുള്ളൊരു സമീപനമാണ് ഉണ്ടായത്. അപ്പോൾ ഡോക്യുമെന്ററിയെ കുറിച്ചും അതിന്റെ രാഷ്ട്രീയത്തെക്കുറിച്ചും എല്ലാം കുറെ കാര്യങ്ങൾ ഞങ്ങളോട് സംസാരിച്ചു. ഇന്നത്തെ ഒരു സാമൂഹിക പശ്ചാത്തലം ഏറെ ചർച്ച ചെയ്യപ്പെടാവുന്ന ഒരു പ്രസക്തമായ ഒരു വിഷയം കൂടിയാണ് അത്. ഒരുപാട് നന്ദി ഞങ്ങളോടൊപ്പം ഇത്രയും സമയം ചെലവഴിച്ചതിന്, മോർണിംഗ് ഷോയിൽ അതിഥിയായി എത്തിയതിന്.